പറയുമ്പം സർക്കാസത്തിലൂടെയും പരിഹാസത്തിലൂടെയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ കപ്പ് കിട്ടി, അത് ഒരു ഇന്റർനാഷണൽ കപ്പ് തന്നെ, ആഘോഷം തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് ചിലർ വില കുറച്ച് കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കളിക്കളത്തിൽ കളിച്ച് നേടിയതല്ലെങ്കിലും ഫിഗോ ഇന്റർനാഷണൽ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അഭിമാനിക്കാൻ ഒരുപാട് വകകളുണ്ട്. കാരണം ഇത് വെറും ഒരു ഓൺലൈൻ പോള് മാത്രമായിട്ട് എഴുതി തള്ളാൻ കഴിയില്ല. ജർമ്മനിയിലെ പേര് കേട്ട, ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ കൊണ്ട് കിടിലം കൊള്ളിക്കുന്ന ബൊറൂസിയ ഡോട്ട്മുണ്ട് അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പലതവണ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വോട്ട് ചെയ്ത് പുഷ് ചെയ്ത് ഒന്നാം സ്ഥാനത്തെത്താൻ ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങൾ നോക്കണം, ലോകം മുഴുവനും ആരാധകരുള്ള, ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ആരാധകരുണ്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ ആരാധകർക്ക് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ പവറിനെ തൊടാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അതെ, ഒരു ട്വിറ്റർ പോരാട്ടം തന്നെയായിരുന്നു ഫിഗോ കപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ പോലെ ചരിത്രവും ഭൂതകാല പ്രതാപവും പാരമ്പര്യവും ഏറെ എടുത്തു പറയാനുള്ള, അവകാശപ്പെടാൻ വളരെ വലിയൊരു പൈതൃകമുള്ള, ജർമ്മനിയിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള, ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ള ആരാധകരെ ഗാലറിയിൽ എത്തിക്കുന്ന ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ പോലെ ഒരു ടീമിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നെങ്കിൽ എന്തിനേറെ പറയുന്നു, 3 തവണ അവരവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി പുഷ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ഒരു ഘട്ടത്തിൽ ബൊറൂസിയ ഡോട്ട്മുണ്ട് പോളിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെക്കാൾ മുന്നിലെത്തി. ഇതിനകത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയുണ്ട്. ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റുകളിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനായാലും ബംഗളൂരുവിനായാലും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മോഹൻ ബഗാൻ ഇത്തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ എറീനയിൽ കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കും. ബംഗളൂരു എഫ് സിക്കും കിട്ടിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സപ്പോർട്ട് ഒരുപാട് ബംഗളൂരു എഫ് സിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഞാനൊക്കെ നല്ല രീതിയിൽ ബംഗളൂരു എഫ് സിയെ പലതരത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, മോഹൻ ബഗാനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ 1-2 ആരാധകർ ഒഴികെ ബാക്കി എല്ലാവരും കാല് വാരാൻ ശ്രമിച്ചിട്ട് പോലും മോഹൻലാൽ ഫാൻസ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള താരാരാധക സംഘടനകൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ക്യാമ്പയിനിലേക്ക് ഇറങ്ങി ലാസ്റ്റ് പുഷിൽ ബ്ലാസ്റ്റേഴ്സിനെ വിജയിപ്പിച്ചു എന്ന് പറയുന്നത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് എന്ന് ചോദിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ദ മോസ്റ്റ് ലോയൽ പാഷനേറ്റ് ഫാൻസ് എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി ഇതൊക്കെ തന്നെയാണ്. കൂടെ നിന്നുള്ള കാലുവാരലുകളെ അതിജീവിച്ചു. കൂടെ ഒന്നുമില്ല, മോഹൻ ബഗാന്റെ ആരാധകർ മാസികമായിട്ട് മൂട്ടുമറിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം സത്യമാണ്. മീൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വോട്ട് ചെയ്തില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ ആളുകളുണ്ട്, അവർ ബൊറൂസിയ ഡോട്ട്മുണ്ടിന് വേണ്ടി ക്യാമ്പയിൻ നടത്തിയ പരിപാടികളുണ്ട്. ഗ്രൂപ്പ് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ പലരും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഏതായാലും മോഹൻലാൽ ഫാൻസ് ഗ്രൂപ്പിന്റെ ഇടപെടലുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സഹായിച്ചിട്ടുണ്ട്. അവസാനത്തെ 10 മിനിറ്റിലെ അബ്സല്യൂട്ട്ലി ദ ലാസ്റ്റ് 10 മിനിറ്റ് പുഷിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സഹായിച്ചത് മോഹൻലാലിന്റെ ആരാധകർ ഉൾപ്പെടെയുള്ളവരാണ് എന്ന് പറയേണ്ടി വരും. ഏതായാലും ബൊറൂസിയ ഡോട്ട്മുണ്ട് 3 തവണ അവരുടെ ആരാധകരോട് ലാസ്റ്റ് പുഷിന് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അവസാന നിമിഷത്തെ തൂക്കിയടിക്ക് മുന്നിൽ അവർക്ക് പിന്നിലേക്ക് പോകേണ്ടി വന്നു. വലിയ ലീഡൊന്നുമില്ല, ഒരു നേരിയ ലീഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ കഴിഞ്ഞു. ഒരു 50% കുറച്ചുകൂടി വോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നേടാൻ കഴിഞ്ഞു. 49% വോട്ടായിരുന്നു നമ്മുടെ ആർക്ക് കിട്ടിയത്, ബൊറൂസിയ ഡോട്ട്മുണ്ടിന് കിട്ടിയത്. പക്ഷേ ചരിത്രവും പാരമ്പര്യവും പ്രതാപവും ഏറെയുള്ള ബൊറൂസിയ ഡോട്ട്മുണ്ട് അവരുടെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോഷിപ്പ് എന്ന് പറഞ്ഞാൽ 20 മില്യണിലേറെയാണ്. അവരെയാണ് കേവലം 3 മില്യൺ മാത്രം ആരാധകരുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് എന്നറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. 50.3% പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നു, 49.7% മാത്രമേ ഉള്ളൂ. പലരും ഒരുമിച്ച് നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു വിജയം നേടിക്കൊടുത്തത്. അത് ഇന്ത്യയിലെ ഇനി ഏത് ക്ലബിനും സ്വപ്നം കാണാൻ കഴിയുന്നതിനപ്പുറമാണ്. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തുല്യം ചേർത്ത് തരാം. ദിസ് അച്ചീവ്മെന്റ് ഈസ് നോട്ട് എ ടിനി വൺ. ഇതൊരു വളരെ വലിയ നേട്ടം തന്നെയാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കാലും ആഘോഷിക്കാനുള്ള വക ഫിഗോ ഇന്റർനാഷണൽ ഫാൻസ് കപ്പിനുണ്ട്. അത്രേ ഉള്ളൂ.